മോൻ വേഗം അകത്തേക്ക് ചെല്ല്. ഇവിടെ ആകെ പ്രശ്നം. രമ മേഡം അകത്താകെ ദേഷ്യപ്പെട്ട് നിൽക്കുക. മോൻ ചിന്നുവിനെ തേടിപ്പോയ കാര്യമൊക്കെ അമ്മ അറിഞ്ഞു. ഇനി ഇവിടെ എന്ത് പുകിലായിരിക്കോ എന്തോ. മോൻ ഒച്ചയുണ്ടാക്കാതെ അകത്തേക്ക് കയറ്. എന്നെ സ്നേഹിച്ച കുറ്റത്തിന് പാവം ചിന്നുവിനെയും സീതാന്റെയും നടു റോഡിൽ ഇറക്കി വിട്ടത് അമ്മയാ. ജയേട്ടൻ പറഞ്ഞില്ലേ അവൻ എവിടെ പോയതാണെന്ന് ചോദിക്കാൻ നിന്നില്ലെന്ന്. പക്ഷേ എനിക്ക് ചോദിക്കണം. എന്റെ മഹി എവിടെ പോയതാണെന്ന് അമ്മയായ എനിക്കറിയണം. എന്റെ മകനെ അവന്റെ പാട്ടിന് വിടാൻ എനിക്ക് കഴിയില്ല. കാരണം അവൻ എന്റെ മകനാ. എന്റെ മകൻ മാത്രം. അവൻ എന്റെ ജീവനാ. ആ ജീവൻ തിരികെ വരുന്നതുവരെ ഈ രമാദേവിക്ക് വിശ്രമമില്ല. ചന്ദ്രാമയാണല്ലോ. മോനെ, നീ എവിടെയാ? ഇവിടെ രമ മേഡം ദേഷ്യം കൊണ്ട് കലി തുള്ളി നിൽക്കുക. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ മോനെ. അല്ലെങ്കിൽ ഇവിടെ വേറെന്തൊക്കെ പുകില ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാരണം എന്റെ ചിന്നുവിന് അവസ്ഥ ഉണ്ടായത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് പിന്നെ ഒരു ജീവിതമില്ല ചന്ദ്രാമേ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക് മോനെ. മോനെ, മോനെ, ഹലോ മോൻ. എന്റെ ഈശ്വര. മഹി, മോനെ, മഹി. എന്തായി? ചിന്നുവിനെ കണ്ടോ? എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ? കണ്ടു ചന്ദ്രാമേ. എന്നിട്ടെന്താവാനാ? ചിന്നു, ചിന്നു, പറ്റുമെങ്കിൽ ഒരു സഹായം ചെയ്തു തന്നാ മതി. പറ, എന്തായാലും ഞാൻ ചെയ്യാം. ഒന്ന് പോയി തരുമോ? ചിന്നു പറഞ്ഞത് ചന്ദ്രാമേ ശരി. എന്നെ സ്നേഹിച്ച പാവത്തിന് ഞാൻ ശരിക്കും ചതിക്കുമായിരുന്നില്ലേ? അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് മോനെ അവരെ ഉപേക്ഷിച്ചിട്ട് പോന്നോ? അയ്യോ, മിണ്ടാട്ടില്ലാത്ത സീതയും ചെറുപ്പക്കാരിയായ കല്യാണിയും ഈ രാത്രിയിൽ ഒറ്റയ്ക്ക്. എന്താ മോനെ നീ കാണിച്ചത്?
എന്നോട് പോകാൻ പറഞ്ഞിട്ടും ഞാൻ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവരെന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു. ഇത്രയും നേരം ഞാൻ അവരെ അന്വേഷിച്ചെടുക്കുമായിരുന്നു. എങ്ങൊരു വിവരമില്ല. എവിടെ തിരഞ്ഞിട്ടൊരു തുമ്പും കിട്ടുന്നുമില്ല. മോൻ വേഗം അകത്തേക്ക് ചെല്ല്. ഇവിടെ ആകെ പ്രശ്നം. രമ മേഡം അകത്താകെ ദേഷ്യപ്പെട്ട് നിൽക്കുക. മോൻ ചിന്നുവിനെ തേടിപ്പോയ കാര്യമൊക്കെ അമ്മ അറിഞ്ഞു. ഇനി ഇവിടെ എന്ത് പുകിലായിരിക്കും എന്തോ. മോൻ ഒച്ചയുണ്ടാക്കാതെ അകത്തേക്ക് കയറ്. എന്നെ സ്നേഹിച്ച കുറ്റത്തിന് പാവം ചിന്നുവിനെയും സീതാന്റെയും നടു റോഡിൽ ഇറക്കി വിട്ടത് അമ്മയാ. അവരവിടെ ദേഷ്യപ്പെട്ടോ കലിതുള്ളിയോ നിൽക്കട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്തിനാമേ. അല്ല മോനെ, എനിക്കതറിയും വേണ്ട. മോനെ, മോൻ ദേഷ്യപ്പെടാതെ. അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? ഇല്ല, എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ചിന്നു സേഫ് ആണോ അല്ലെന്ന് മാത്രം. ചന്ദ്രാമേ, എനിക്കതറിയണം. അവള് സുരക്ഷിതയാന്ന് ഉറപ്പുവരുത്താതെ ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. മോൻ വിഷമിക്കാതിരിക്കെ. ഞാൻ ചിന്നുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്റെ ഫോൺ അവളെ എടുക്കാതിരിക്കില്ല. ദൈവം അവൾക്ക് ഒരു അബദ്ധം വരുത്തില്ല. അത്ര നല്ല മനസ്സുള്ളവരാ ചിന്നുവും സീതയും. അവര് ഈ ലോകത്ത് എവിടെയാണെങ്കിലും സേഫ് ആയിരിക്കും. മോൻ വാ. ഇല്ല, അവര് സുരക്ഷിതരാണെന്നറിയാതെ ഞാൻ അകത്തേക്ക് വരുന്നില്ല. എനിക്കതിന് പറ്റില്ല. ആ ശരി, നിർബന്ധമാണെങ്കിൽ ഏതായാലും ഞാൻ കൊണ്ടാക്കി തരാം. വണ്ടി കയറ്. ചന്ദ്രാമ്മ. ആ മോളെ ചിന്നു, നിങ്ങൾ എവിടെയാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചന്ദ്രാമ്മ നിന്നെ എത്ര തവണ വിളിച്ചു? നീ എന്താ തിരിച്ചു വിളിക്കാത്തെ? ചന്ദ്രാമ്മ, സങ്കടപ്പെടണ്ട. ഞങ്ങൾ വലിയൊരു അപകടത്തിൽ പെട്ടതായിരുന്നു. പക്ഷെ അവിടെ നിന്നും ദൈവം അയച്ചതുപോലെ ഒരു മനുഷ്യൻ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഒരു ഗിരിയേട്ടൻ. അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതാ. പക്ഷെ ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ വളരെ സേഫായിട്ട് ഇന്ന് രാത്രി കഴിയാൻ വേണ്ടി ഒരു ക്ഷേത്രത്തിൽ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാ.